ഞാനിപ്പോൾ നിൽക്കുന്നത് മേരി മജോർ ബസിലിക്കയുടെ മുമ്പിലാണ്. നിങ്ങൾക്കറിയാം, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മരണശേഷം എന്നെ അടക്കേണ്ടത് ഈ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ മേരി മജോറ ബസിലിക്കയുടെ അകത്താണ്. ഈ ബസിലിക്കയ്ക്ക് ഒരു ചരിത്രമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കളില്ലാതിരുന്ന ദമ്പതിമാർ കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഒരു അടയാളം ആവശ്യപ്പെട്ടു. അങ്ങനെയിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിൽ സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രത്യേകമായ സ്ഥലത്ത് മഞ്ഞ് പൊഴിക്കുന്നതായി കാണിക്കുകയും അവിടെ എനിക്ക് വേണ്ടി ഒരു ദേവാലയം പണയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു കാര്യം പ്രത്യേകമായി കപ്പിൾസ് അന്നത്തെ പാപ്പ ലിബേറിയൂസിനെ അറിയിക്കുകയുണ്ടായി. അപ്പോഴതാ ആ സമയത്ത് പോപ്പ് ലിബേറിയൂസിന് ഇതുപോലെ തന്നെ ഒരു സ്വപ്നം ഉണ്ടാവുകയും അത് മാതാവ് ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് കരുതുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓഗസ്റ്റ് 5-ാം തീയതി കൊടും ചൂടിന്റെ സമയത്ത് മഞ്ഞ് പെയ്യുവാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ പ്രദേശം മുഴുവനും മഞ്ഞ് പെയ്തു. അങ്ങനെ ഇത് പരിശുദ്ധ അമ്മയിൽ നിന്ന് ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളമായി സ്വീകരിക്കുകയും ആ മക്കളില്ലാത്ത ദമ്പതിമാർ തങ്ങളുടെ സ്വത്ത് മുഴുവനും ദേവാലയം പണിയുവാൻ വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. അത് ഈ ദേവാലയത്തിന്റെ ചരിത്രം മാത്രം. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ അടക്കം ചെയ്യേണ്ടത് ഈ ദേവാലയത്തിലാണ് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമല്ല മേരി മജോറ ബസിലിക്കയിൽ ഇതിനു മുമ്പ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് 8ാമത്തെ മാർപ്പാപ്പയായിട്ടാണ് ഈ ദേവാലയത്തിൽ അടക്കം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മേരി മജോറ ബസിലിക്കയുമായി ആഴമായ ഒരു ആത്മബന്ധമുണ്ട്. 2013 മാർച്ച് 13-ാം തീയതി പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം നന്ദി പറയുവാനും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദേവാലയത്തിൽ വന്നിരുന്നു. മാത്രമല്ല, ലോകം മുഴുവനുമുള്ള തൻ്റെ മിഷണറി പര്യടനങ്ങൾക്ക് മുമ്പും അതിനുശേഷവും ഈ ദേവാലയത്തിൻ്റെ അകത്തുള്ള പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ വന്ന് പ്രത്യേകമായി തൻ്റെ പ്രാർത്ഥനയോടുകൂടി ഒരു ബൊക്കെ സമർപ്പിക്കുന്ന പതിവുമുണ്ടായിരുന്നു. 38 ദിവസങ്ങളോളം രോഗബാധിതനായി ജമല്ലി ആശുപത്രിയിൽ രോഗം ബാധിച്ച് കിടന്ന് അത്ഭുതകരമായി തിരിച്ചു വന്നപ്പോഴും അദ്ദേഹം നന്ദി പറയുവാനായി കാസ സാന്താ മാർത്തയിൽ പോയതിനു ശേഷം ഉടനെ തന്നെ ഇവിടെ വന്ന് തനിക്ക് ലഭിച്ച ബൊക്ക പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയുണ്ടായി. ഈ ദേവാലയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായി പരിശുദ്ധ അമ്മയുടെ അവർ ലേഡി ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജ്ഞി എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. അതിനോട് ചേർന്ന് ഉള്ള കപ്പേളയുടെ അരികിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യപ്പെടാൻ പോകുന്നത്. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധ അമ്മയുമായി ആഴമായ ഒരു സ്നേഹബന്ധമുണ്ട്. മേരി മദർ ഓഫ് ദ ചർച്ച് എന്ന തിരുനാൾ ലിറ്റർജിക്കൽ കലണ്ടറിൽ ഇൻസേർട്ട് ചെയ്യപ്പെടാൻ ഡിക്രി പുറപ്പെടുവിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ്. ഇന്നേ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ബസിലിക്കയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ആഴമായ സ്നേഹബന്ധത്തിന്റെ, ആത്മബന്ധത്തിന്റെ, പ്രാർത്ഥനയുടെ ഒരു കഥ പറയുവാനുണ്ട്. 2025 ഈ ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഹോളി ഡോറുകളിൽ ഒന്നാണ് മേരി മജോറ ബസിലിക്കയുടെ ഈ ഹോളി ഡോർ. നമുക്കറിയാം, 4 മേജർ ബസിലിക്കകളും പിന്നെ റിപ്പബ്ലിക്കിലുള്ള ഒരു പ്രശ്നമാണ് മാർപ്പാപ്പ റോമിൽ ഹോളി ഡോറായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർത്ഥാടകർ ഇപ്പോഴും തീർത്ഥാടന പ്രാർത്ഥനയുമായി ഈ ഹോളി ഡോറിലൂടെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്ന ഈ ദേവാലയത്തിന്റെ അകത്തേക്ക് നമുക്ക് യാത്രയാകാം. ഇപ്പോൾ നിൽക്കുന്നത് മേരി മജോറ ബസിലിക്കയുടെ അകത്താണ്. ഈ ദേവാലയത്തിന്റെ മുമ്പിൽ വന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മിഷണറി യാത്രകൾക്ക് മുമ്പും ശേഷവും വന്ന് ബൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഇവിടെ കാണുന്ന
ഈ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വിശുദ്ധ ലൂക്ക വരച്ച ചിത്രമാണെന്നാണ് പാരമ്പര്യം പറയുന്നത്. ഏതായിരുന്നാലും ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി നിറയെ ജനങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞുകൂടി അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മേരി മജോർ ബസിലിക്കയിൽ ആദ്യമായി അടക്കം ചെയ്ത മാർപ്പാപ്പ എന്ന് പറയുന്നത് ക്ലെമന്റ് എട്ടാമൻ മാർപ്പാപ്പയാണ്. ഒടുവിലായി ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് സിക്സ്തൂസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ്. അങ്ങനെ നോക്കുമ്പോൾ 8ാമത്തെ മാർപ്പാപ്പയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ മേരി മജോറ ബസിലിക്കയുടെ അകത്ത് അടക്കം ചെയ്യാനായിട്ട് പോകുന്നത്. ഈ മേരി മജോറ ബസിലിക്കയിടയ്ക്ക് അനേകം മാർപ്പാപ്പന്മാരെ ഇവിടെ മൃതസംസ്കാര ചടങ്ങുകൾ നടത്തിയ ഒരു ചരിത്രം കൂടി ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത മേരി മജോറ ബസിലിക്കയ്ക്കുണ്ട്. താൻ ഏറെ സ്നേഹിച്ച മേരി മജോറ ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നൂറുകണക്കിന് ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ന് 6 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി പ്രത്യേകമായ ബലിയർപ്പണവും പ്രാർത്ഥനയും ഈ ദേവാലയത്തിൽ നടക്കുന്നു. ഈ ദിവ്യബലി നടന്നത് കർദിനാൾ റൊളാണ്ടസ് മത്രിക്കാസിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് മേരി മജോറെ ബസിലിക്കയുടെ ക്വാജത്തൂർ ആർച്ച് പ്രീസ്റ്റ്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് വ്യക്തികളാണ് ഇവിടെ ലൈനായിട്ട് നിൽക്കുന്നത്. അവരെല്ലാവരും ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ ബുക്കിൽ തങ്ങളുടെ സങ്കടവും തങ്ങളുടെ പ്രാർത്ഥനകളും ഫ്രാൻസിസ് മാർപ്പാപ്പയെ അറിയിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ബുക്കിൽ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള സ്നേഹവും പ്രാർത്ഥനയും തങ്ങളുടെ എല്ലാ ആദരവും ഈ നിമിഷങ്ങളിൽ എല്ലാവരും ഈ മേരി മജോറ ബസിലിക്കയിൽ വന്ന് പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ജനങ്ങളെ ഈ ദേവാലയത്തിന്റെ മുൻപിലായി കാണുവാൻ സാധിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികാവശിഷ്ടം സ്വീകരിക്കുവാൻ വേണ്ടി മേരി മജോറ ബസിലിക്ക സജ്ജമായിക്കൊണ്ടിരിക്കുന്നു.